എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ 4 വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ പോളിടെക്നിക് കോളേജിലാണ് ഈ കഞ്ചാവ് ഹോസ്റ്റലിൽ നിന്ന് പിടിക്കുകയും 2 കിലോ കഞ്ചാവ് അവിടെ വിതരണത്തിന് കൊണ്ടുവന്നാണെന്ന് മനസ്സിലായി. കഞ്ചാവ് ഉപയോഗിക്കാനല്ല, മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് കാശുകാരാകാനുള്ള കുട്ടികളുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പോളിടെക്നിക് കോളേജ് കഞ്ചാവ് പിടിച്ചെടുത്ത്. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അതായത് കോളേജിൽ നിന്ന് സാധാരണ പിരിഞ്ഞു പോകും കൊടുക്കുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റില്ലേ, അത് കൊടുക്കത്തില്ല എന്ന് പറയുന്നു. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ആൻമരിയ സണ്ണി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇതിലാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഈ കേസിൽ പ്രതികളായിട്ടുള്ള 4 വിദ്യാർത്ഥികളെ കോളേജ് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കത്തുമില്ല. കോടതി അനുമതിയോടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു. പക്ഷേ അവർ ഔദ്യോഗികമായി ഇപ്പോൾ നിലവിൽ കോളേജ് പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയില്ല എന്നും കോളേജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം തടഞ്ഞു വെക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ എന്നുമാണ് ഇപ്പോൾ കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോളേജ് കടന്നിരിക്കുന്നത്. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.